നമ്മുടെ ഘടകാര്യങ്ങളിൽ ഉറപ്പുള്ള നേതാവിനെ അദ്ദേഹമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്. നിങ്ങളെല്ലാം കണ്ടു കാണും. ഒരു LDF SFIയിലെയും നിറഞ്ഞു മിന്നൽ താരമായിരുന്ന സിന്ധു ജോയി എന്തുകൊണ്ടാണ് LDF പ്രസ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ CPMന്റെ പ്രസ്ഥാനത്തിൽ നിന്നും മാറി ഇവിടെ എത്ര പുറത്ത് എവിടെയാണ് പോയത്? കയറിയിരിക്കാൻ പോയതാണോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ അശ്ലീലകരമായ ആ സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ എല്ലാ പോസ്റ്റിൽ നിന്നും നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ കണ്ടതാണ്. ആ കേന്ദ്രത്തിൽ സഹോദരന്മാരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഉദ്യോഗസ്ഥരെ, അനധ്യോഗസ്ഥരെ, കർഷകരെ, തൊഴിലാളികളെ, വ്യാപാരികളെ, വ്യവസായികളെ, പിഞ്ചോമനകളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ എല്ലാം പരമാവധി നേരിൽ കണ്ട് ഇളയവനായ തന്നെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇളയവനായ എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ 2 അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഓഫീസ്, ഇവിടുത്തെ കൊച്ചു കൊച്ചു ഓഫീസുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഓഫീസ് ഇന്ന് കമ്പ്യൂട്ടർ വൽക്കരിക്കാത്തതുണ്ടോ? ഇല്ല. പിണറായി വിജയന്റെ പോക്കറ്റിൽ വരെയില്ല. ആചരണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്. ശ്രീ സ്റ്റീഫൻ ജോർജ്, നിങ്ങൾക്കറിയാം, കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിൽ ഒരിക്കൽ രേഖപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനും കേരളത്തിലെ പ്രിയങ്കരനായ ആശീർവദിക്കണമേ എന്ന് വിനയാന്വിതനായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നാടിന്റെ ജനനായകൻ ജനഹൃദയങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരായ വ്യാപാരി, വ്യവസായി, സുഹൃത്തുക്കളുടെ, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ എല്ലാം അനുഗ്രഹാശസ്സുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മോൻസ് ജോസഫ് പിതാ അരീക്കരയുടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. നാടിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ മോൻസ് ജോസഫ് ജനത്തിൽ കീഴടക്കി സന്ദേശത്തിന്റെ ഈ ഭിന്നമായ വടംവേരി എന്ന വെടുക്കെടുത്തിയുടെ രാജപഥങ്ങളെ എണ്ണയിട്ട യന്ത്രം പോലെ ഇടപെടവില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നിർണായകത്വം വഹിച്ച കടുത്തുരുത്തി അസംബ്ലി മണ്ഡലഭൂമി കാച്ചിയ പൊന്നാക്കി കേരളത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയായ കേരള നിയമസഭയ്ക്ക് അഭിമാനമായ മോൻസ് ജോസഫ് പിതാ അരീക്കരയുടെ രാജപഥങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കരുത്തുരുന്ന വികസന നായകൻ നമ്മുടെ വിളയുന്നവരിൽ നിരവധിയായ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നമ്മുടെ ഉടൽപ്പെടുത്തിയ പ്രിയപ്പെട്ട വികസന നായകൻ, അതിന്റെ യുവജനങ്ങളുടെ നേതാവ്, വിദ്യാർത്ഥികളുടെ നേതാവ്, പാവപ്പെട്ടവരുടെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫിനെ വന്ദിച്ച അഭിനയത്തോടെ 2 ലക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ. അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട UDFന്റെ വാർഡിന്റെ ചെയർമാൻ ശ്രീ ജോസ് കണ്ടജാമുണ്ടേൽ ഹാരാർപ്പണ ചെയ്യുന്നു. അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവ് സ്നേഹിതരെ, നാം ഒന്ന് മനസ്സിലാക്കണം, ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം ഉണ്ട്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ട് പോലുമില്ലാത്ത നിരവധി ജാതികളും ഉപജാതികളും കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന സംസ്കാരത്തിന്റെ ഉടമയാണ് നമ്മുടെ രാജ്യം. പല്ലു തകർത്തു. ആ സമരത്തിന് ചുക്കാൻ പിടിച്ച ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഒക്കെ നേതാക്കൾ ഇന്ന് വിലപിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേദി ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നിക്ഷിപ്തമായ മുഖ്യമായ ദൗത്യം. നമ്മുടെ
വികസനത്തിന്റെ നായകൻ ശ്രീ മോൻസ് ജോസഫ് അവറുകൾ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ എത്തിച്ചേരും. അദ്ദേഹത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത ഇടതുപക്ഷത്തിൽ ഏബ്രഹാം, കെ ജോസ്, പാറൽ ജോയ്, വാർഡ് പ്രസിഡന്റ് ചുമ്മാർ ചേണാപ്പാറ, വെൻസി മാത്യു സാറ്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരനായ PL എബ്രഹാം, പ്രിയമുള്ള ശ്രീ PM മാത്യു, നമ്മുടെ ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസിന്റെ മണ്ഡലം മുന്നണിയുടെ ഏകനായ സ്ഥാനാർത്ഥി ശ്രീമൻ മോൻസ് ജോസഫിന് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുന്ന വാർഡാക്കി ഈ വാർഡിനെ മാറ്റി ഈ വാർഡിലെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന് എല്ലാവരുടെയും പിന്തുണ 13-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2 ഇലയുടെ അടയാളത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ശ്രീമൻ മോൻസ് ജോസഫ് നൽകാമെന്ന് നിങ്ങളുടെ എളിയ പ്രതിനിധി എന്ന നിലയിൽ എന്നെ ശ്രമിക്കുന്ന ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളോടും ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്ത് ചെയ്യാൻ അച്യുതാനന്ദനെ പറ്റി? അച്യുതാനന്ദന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അച്യുതാനന്ദന്റെ പ്രഖ്യാപനങ്ങൾ കടന്നു വരികയാണ്. ഈ നാടിന്റെ അഭിമാനമായ നമ്മുടെ മോൻസ് ജോസഫ് പിതാ കടന്നു വരുന്നു. തുറന്ന വാഹനത്തിൽ നിറഞ്ഞ വിജയിക്കും തുടരുകളുമായി നാടിന്റെ അഭിമാനത്തിനെ പൂർണ്ണം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മാത്തുചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജയചന്ദ്രനെയാണ് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ